അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാ അല്ലാഹു കാൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പുണ്യ റമളാനിൻ്റെ അനുഗ്രഹീതമായ അവസാനത്തെ പത്തിലെ രാവുകളിലൂടെ പകലുകളിലൂടെ നാം കടന്നു പോവുകയാണ്. ചെയ്തുപോയ സംഭവിച്ചുപോയ പാപങ്ങൾക്ക് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് അനേകമിരട്ടി പ്രതിഫലം ലഭ്യമാവുന്ന അവസാനത്തെ പത്തിലെ രാവുകളെയും സമയങ്ങളെയും നാം ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന സന്ദർഭമാണിത്. ഈ പത്തിൽ പ്രധാനമായും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് നരകമോചനമാണ്. വആഖിറുഹു ഉഅ്തുഖും മിനന്നാർ. റമളാനിലെ 3 പത്തുകളിൽ അവസാനത്തെ 10 നരകത്തിൽ നിന്നുള്ള മോചനമാണെന്ന് മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തിട്ടുണ്ട്. നരകമെന്നത് ശിക്ഷയുടെ ലോകമാണ്, പരാജിതരുടെ ലോകമാണ്. അവിശ്വാസികൾക്കും കുറ്റകൃത്യങ്ങളുമായി അള്ളാഹുവിനെ ധിക്കരിച്ച ആളുകൾക്കും അള്ളാഹു തആല നൽകും എന്ന് താക്കീത് നൽകിയ ഇടമാണ് നരകം. ആ ശിക്ഷയുടെ ലോകം സഹിക്കുവാൻ മനുഷ്യരായി പിറന്ന ഒരാൾക്കും സാധ്യമാവുകയില്ല. അത് പേടിക്കുകയും അത് പേടിച്ച് കരയുകയും അതിനെ ഭയക്കുകയും ചെയ്യുക എന്നത് വിശ്വാസിയുടെ ബാധ്യതയാണ്. റമളാനിലെ ലൈലത്തുൽ ഖദ്റുകളിൽ ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനാ സമയങ്ങളിലൊക്കെ നരകത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടായിരുന്നത് ഖുർആനിലെ ഒരു വചനമായിരുന്നു. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അള്ളാഹുവേ, ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തും നല്ലതു മാത്രം ഞങ്ങൾക്ക് നീ നൽകണം. വഖിനാ അദാബന്നാർ. നിന്റെ കത്തിക്കാളുന്ന നരകാഗ്നിയിൽ നിന്ന്, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തേണമേ എന്നാണ് അള്ളാഹു തആല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. ആ നരകാഗ്നിയിൽ നിന്നുള്ള മോചനമാണ് റമളാനിലെ ഓരോ സന്ദർഭങ്ങളിലും സത്യവിശ്വാസികൾ ലക്ഷ്യീകരിക്കേണ്ടത്. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവെ, എന്നെ നരകമോചിതരിൽ ഉൾപ്പെടുത്തുകയും എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ എന്ന പ്രാർത്ഥന നാം നടത്തുമ്പോൾ നരകമെന്ന ഞെട്ടിക്കുന്ന ലോകത്തെ സംബന്ധിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തുകയും അള്ളാഹു എന്ന സ്രഷ്ടാവിൻ്റെ ശിക്ഷ സഹിക്കുവാൻ നമുക്കാർക്കും ആവില്ല എന്ന ബോധം നിരന്തരമായി നമ്മെ വേട്ടയാടേണ്ടതുമുണ്ട്. അവിടുന്ന് പറഞ്ഞു, ലാ തൻസുൽ അളീമത്തൈൻ. 2 മഹാസംഭവങ്ങളെ ഒരിക്കലും മറക്കുന്നവരാവരുത് നിങ്ങൾ. അൽ ജന്നത്തു വന്നാർ. നരകവും സ്വർഗവുമാണത്. സുമ്മ ബക. അത് പറഞ്ഞ് റസൂൽ കരഞ്ഞു. ഹത്താ ജറാ ദുമുഉഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണീരൊഴുകി തൻ്റെ 2 താടിയുടെയും 2 പാർശ്വങ്ങളിലൂടെയും. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, എന്നോട് കൽപ്പിക്കപ്പെട്ടത്, എനിക്ക് കാണിക്കപ്പെട്ടത്, ഞാൻ അറിയുന്നത് നിങ്ങൾ അറിയുമായിരുന്നുവെങ്കിൽ ഭൗതിക ലോകത്തിൻ്റെ എല്ലാ വിഭവങ്ങളെയും സമൃദ്ധിയെയും ഒഴിവാക്കി നിങ്ങളെല്ലാവരും മരുഭൂമിയിലേക്ക് പോവുകയും നിങ്ങളുടെ തലകൾക്ക് മുകളിലൂടെ മണ്ണ് വലിച്ചു വാരി എറിയുകയും ചെയ്യുമായിരുന്നു എന്ന്. എല്ലാവരും അവരുടെ ശരീരത്തെ സ്വയമാണ് നരകത്തിൽ നിന്ന് കാക്കേണ്ടത്. നമുക്ക് വല്ല ഭയവുമുണ്ടോ, വല്ല പേടിയുമുണ്ടോ? ഓർക്കുന്നത് നന്നായിരിക്കും. വഅൻദിർ അശീറത്തക്കൽ അക്രബീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് താങ്കളുടെ അടുത്ത കുടുംബാംഗങ്ങൾക്ക് താക്കീത് നൽകുക എന്ന ആ വചനമെത്തിയപ്പോൾ, വചനം പ്രവാചകർ തിരുമേനിക്ക് അവതീർണമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ കുടുംബാംഗങ്ങളെ ഉപദേശിക്കാൻ തുടങ്ങി. പിന്നീട് പരസ്യ പ്രബോധനത്തിനുള്ള ആഹ്വാനം വന്നപ്പോൾ ജബൽ അബി ഖുബൈസിലേക്ക് തൻ്റെ നാട്ടുകാരെ വിളിച്ച് ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടാണ് പ്രവാചകർ അഭിസംബോധന ചെയ്തത്. യാ ബനി കഅബ് ബിൻ ലുഅയ്. ഓരോരുത്തരെയും വിളിച്ചു. യാ ബനി അബ്ദുൽ മുത്തലിബ് അൻഖിദു അൻഫുസകും മിനന്നാർ. യാ ബനി ഹാഷിം. ഓ ഹാഷിമിൻ്റെ സന്തതികളെ, ഓ കഅബ് ബിൻ ലുഅയ്യിൻ്റെ സന്തതികളെ. ഓരോ കുടുംബങ്ങളെയും വിളിക്കുകയാണ്. അവസാനം പറയുന്നു, യാ ഫാത്തിമ. മകളെ ഫാത്തിമ, നീ നിൻ്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കണമെന്ന്. നരകം ഒരു വിശാലമായ ലോകമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഓരോ പാപങ്ങളെയും സംബന്ധിച്ചു ഭയപ്പെടുത്തി അറിയിക്കുമ്പോൾ അതിൻ്റെ ശിക്ഷയുടെ ലോകമായ നരകത്തിൽ നിന്ന് കാവലേകാൻ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ.
ഒരു കാരക്കച്ചിന്തൊരാൾക്ക് ദാനമായിട്ട് നൽകിയിട്ടാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കണം. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളുടെ ശരീരങ്ങളെയും നരകാഗ്നിയിൽ വെന്തുരുകുന്ന അവസ്ഥയിൽ നിന്ന് കാത്തുരക്ഷിക്കണം. വഖൂദുഹന്നാസു വൽ ഹിജാറ. നരകത്തിൽ കത്തിക്കാൻ ഉപയോഗിക്കുന്ന വിറകുകൾ മനുഷ്യരും കല്ലുകളുമാണ്. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾക്കെതിരു പ്രവർത്തിക്കാത്ത, കൽപ്പിച്ച കാര്യങ്ങൾ നിരന്തരമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ മലക്കുകളിൽ ഭീകര സ്വരൂപികളായിരിക്കും ആ നരകത്തിൽ കാവലുണ്ടാവുക എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്. നമ്മുടെ സംവേദനക്ഷമതയനുസരിച്ചാണ് നരകത്തിൻ്റെ രൂപങ്ങളും ഭാവങ്ങളും ശിക്ഷാവിധികളുമൊക്കെ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രവാചകർ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളതും. നാം നമ്മുടെ ഹൃദയത്തിൽ ശിക്ഷയുടെ ലോകത്തെ സംബന്ധിച്ച് എന്തെല്ലാം ചിന്തിച്ചോ അതിൻ്റെ ഒരംശം പോലും നരകത്തിൽ ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തായിരിക്കും, അതിൻ്റെ എത്രയോ അപ്പുറത്ത് ഓരോ ശിക്ഷയെക്കുറിച്ചും ഓരോ കഠിനമായ അവസ്ഥകളെക്കുറിച്ചും ഞാനും നിങ്ങളും ആലോചിക്കുന്നതിൻ്റെ എത്രയോ അപ്പുറത്തായിരിക്കും നരകത്തിലെ കഠോരമായ ശിക്ഷകളെന്ന് നാം അറിയുന്നത് നന്നായിരിക്കും. ഒരിക്കൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു മിഅ്റാജിൻ്റെ രാത്രിയിൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട്, ജിബ്രീലെ, എന്താണൊരു ഭീമാകാരമായ ശബ്ദം കേൾക്കുന്നുവല്ലോ? ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറഞ്ഞു, ഹാദാ സൗത്തു ജഹന്നം. ഇത് നരകത്തിൻ്റെ ശബ്ദമാണ്. ആ നരകം അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ്, യാ റബ്ബി ഇത്നി ബി അഹ്ലി വബിമാ വഅദ്തനി. എനിക്കെൻ്റെ കുടുംബാംഗങ്ങളെയും എന്നോട് നീ വാഗ്ദാനം ചെയ്തവരെയും നൽകണം. ഫഖദ് കസുറത്ത് സലാസിലി. എൻ്റെ ചങ്ങലക്കെട്ടുകൾ വിശാലമായിരിക്കുന്നു, ധാരാളമുണ്ട്. വഅഗ്ലാലി വസഈരി വഹമീമി. എൻ്റെ ചീഞ്ചലവും എൻ്റെ ചുട്ടുതിളക്കുന്ന വെള്ളവും എൻ്റെ കൊളുത്തുകളുമെല്ലാം ധാരാളമുണ്ട്. അള്ളാഹുവേ, അതുകൊണ്ട് എനിക്ക് വാഗ്ദാനം ചെയ്തവരെ നീ തരണം എന്ന് അള്ളാഹുവിനോട് പറയുമ്പോൾ അള്ളാഹു തിരിച്ചാ നരകത്തോട് മറുപടി പറയും, നബിയെ, ലക്കി കുല്ലു മുശ്രിക്കും വ മുശ്രിക. എല്ലാ നിഷേധികളും പങ്കുചേർക്കുന്നയാളുകളും നിനക്കുള്ളതാണ്. വഹബീസുൻ വഹബീസ. എല്ലാ മ്ലേച്ഛമായ ദുർഗന്ധപൂരിതമായ ജീവിതം നയിക്കുന്നവരും നിനക്കുള്ളതാണ്. വകുല്ലു ജബ്ബാരിൻ ലാ യുഅ്മിനു ബിയൗമിൽ ഹിസാബ്. ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ടെന്ന് വിശ്വസിക്കാത്ത, ഇങ്ങനെ ഒരു പരലോകമുണ്ട് എന്ന് അംഗീകരിക്കാത്ത എല്ലാ ധിക്കാരികളും അധർമ്മകാരികളും നരകമേ നിനക്കുള്ളതാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഒരിക്കൽ റസൂൽ ചോദിച്ചു, ജിബ്രീലെ, എന്താണ് വലിയ ദുഃഖിതനായിട്ടാണല്ലോ നിങ്ങളെ കാണുന്നത്? എന്താണ് ഇത്ര വലിയ ദുഃഖം, എന്താണ് ഇത്ര വലിയ ഒരു സങ്കടം നിങ്ങളുടെ മുഖത്ത് എന്ന്? ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറഞ്ഞു, ഇന്നി റഅയ്തു നഫ്ഖതം മിൻ ജഹന്നം. നരകത്തിൽ നിന്നുള്ള ഒരു ഊത്ത്, അതിൽ നിന്നുള്ള ഒരു കാറ്റ് ഞാൻ കണ്ടു. എനിക്ക് വലിയ ഭയം തോന്നി. എൻ്റെ ജീവൻ പോയതുപോലെയായി. എൻ്റെ ജീവൻ പിന്നെ എൻ്റെ ശരീരത്തിലേക്ക് മടങ്ങാത്ത അവസ്ഥയിലാണ് ഞാൻ. ലതറവുന്നൽ ജഹീം. തീർച്ചയായും ആ ജ്വലിക്കുന്ന നരകം നിങ്ങൾ കാണുമെന്ന് അല്ലാഹു തആല പറയുന്നു. അന്നായിരിക്കും നമ്മൾ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അംഗീകരിക്കുന്നതും ചിന്തിക്കുന്നതും. നമ്മുടെ ആനന്ദത്തിനും നമ്മുടെ സന്തോഷത്തിനും നമ്മുടെ ആഹ്ലാദങ്ങൾക്കും നമ്മുടെ സമൃദ്ധിക്കുമിടയിൽ നരകമെന്ന് പറയുന്ന ശിക്ഷയുടെ ലോകത്തെ ഭയക്കുന്നവർക്കല്ലാതെ, അതിനെ പേടിക്കുന്നവർക്കല്ലാതെ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനുള്ള മോഹവും അള്ളാഹു വിലക്കിയ പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനുള്ള താല്പര്യവും ഉണ്ടാവുകയില്ല. കല്ലാലയുംബദന്ന ഫിൽ ഹുതമ. തീർച്ചയായും ഹുതമ എന്ന് പറയുന്ന നരകത്തിലെ ഏറ്റവും ഭീതിതമായ ലോകത്തേക്ക് നിങ്ങൾ എറിയപ്പെടും എന്ന് അള്ളാഹു മറ്റൊരിടത്ത് പറയുകയാണ്. ഹൽ അതാക ഹദീസുൽ ഗാഷിയ വുജൂഹു യൗമഇദിൻ ഖാശിയ. ആവരണം ചെയ്യപ്പെടുന്ന ആ ദിവസത്തിൻ്റെ വർത്തമാനത്തിൻ്റെ, ആ സന്ദർഭത്തിൻ്റെ, നരകത്തിൻ്റെ വർത്തമാനം നിങ്ങൾക്കറിഞ്ഞോ നബിയെ? വുജൂഹു യൗമഇദിൻ ഖാശിയ. അന്ന് ചില മുഖങ്ങൾ വളരെ ഭീതിതമായിരിക്കും, പേടിച്ചിരുണ്ടതായിരിക്കുമെന്ന്, അധ്വാനിക്കുന്നതും ഞെരങ്ങുന്നതുമായിരിക്കും. ആമിലത്തുൻ നാസിബ. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരിക്കൽ ഞങ്ങൾ നബിയോടുകൂടെ ഇരിക്കുന്നു. ആ സമയത്ത് ഒരു ശബ്ദം കേട്ടു ഞങ്ങൾ, എന്തോ എറിയുന്നത് പോലെയുള്ള ശബ്ദം. നബി ചോദിച്ചു, ഇതെന്ത് ശബ്ദമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അനുയായികളെ? ഇല്ല, അല്ലാഹു വറസൂലുഹു അഅലം. അത് അല്ലാഹുവിനും റസൂലിനും മാത്രമേ അറിയുകയുള്ളൂ. അവിടുന്ന് റസൂൽ ഞങ്ങളോട് പറഞ്ഞു, ഇത് നരകത്തിൽ നിന്ന് വലിച്ചെറിയപ്പെട്ട ഒരു കല്ലാണ്. 70 വർഷങ്ങൾക്ക് മുമ്പ്, 70 കൊല്ലങ്ങൾക്ക് മുമ്പ്, വഹുവ യഹ്വി ഫിന്നാർ ഹത്ത ഇൻതഹാ ഇലാ ഖഅരിഹാ.
ആ നരകത്തിലേക്ക് ആ കല്ല് വന്നാപതിക്കുന്ന ശബ്ദമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അത്രയും ആഴവും ഭീകരതയും വല്ലാത്ത ഭീമാകാരമായ ശബ്ദവുമുള്ള ആ നരകം കൺമുമ്പിൽ കാണുമ്പോഴായിരിക്കും ഓരോരുത്തരും ആലോചിക്കുന്നത്, ചെയ്തു പോയത് മോശമായല്ലോ എന്ന്, നല്ലത് ചെയ്യാമായിരുന്നുവല്ലോ എന്ന്. നരകത്തെ കൊണ്ടുവരപ്പെടും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അന്ന് നരകം കൊണ്ടുവരപ്പെടും. മഹ്ശറിൻ്റെ ഭീതിതമായ ഭീഭത്സനകമായ ഭീഭത്സമായ ഘട്ടത്തിൽ നരകം കൊണ്ടുവരപ്പെടുമ്പോൾ അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നു, യൗമ ഇദി യതദക്കറുൽ ഇൻസാൻ, അന്ന് മനുഷ്യൻ അവനെക്കുറിച്ച് ആലോചിക്കും, നഷ്ടപ്പെട്ടു പോയ സൽക്കർമ്മങ്ങളെക്കുറിച്ച് ആലോചിക്കും, ചെയ്യാതെ പോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കും. വ അന്നാ ലഹു ദിക്റ, അന്നവൻ ആലോചിച്ചിട്ടെന്ത് കാര്യം? പരിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാണിക്കുകയാണ്, യുഅ്താ ബി ജഹന്നം, അന്ന് നരകത്തെ കൊണ്ടുവരപ്പെടുന്നത് ബിസബഈന അൽഫി സിമാം, 70,000 കൊളുത്തുകളുമായിട്ടായിരിക്കും. ഓരോ കൊളുത്തുകളിലും 70,000 മലക്കുകളുടെയും അകമ്പടി ഉണ്ടാകും. ആ ഭീമാകാരമായ ശബ്ദത്തിലായിരിക്കും അന്ന് നരകം കൊണ്ടുവരപ്പെടുന്നത്. ഇന്ന ലദൈന അൻകാലം വ ജഹീമ വ തുആമൻ ദാ ഗുസ്സത്തിൻ വ അദാബൻ അലീമ, എൻ്റെ അടുക്കൽ, തീർച്ചയായും നമ്മുടെ അടുക്കൽ നരകത്തിൻ്റെ ലോകത്ത് കൊളുത്തുകളും ചങ്ങലകളുമുണ്ട്. തൊണ്ടയിൽ കുടുങ്ങുന്ന മനുഷ്യർക്ക് ആഹരിക്കാൻ പറ്റാത്ത, മനുഷ്യനെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന ഭക്ഷണവും നരകത്തിലുണ്ട് എന്നാണ് അല്ലാഹു തആല സൂചിപ്പിക്കുന്നത്. ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം നബിയോട് നരകത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. നബിയുടെ മുഖം വിവർണമായി, ജിബ്രീലിൻ്റെ മുഖവും വിവർണമായി. ഊതുന്നവനോട് കൽപ്പിച്ച സമയം പ്രിയപ്പെട്ട സഹോദരന്മാർ വളരെ ഗൗരവത്തോടുകൂടെ ആലോചിക്കേണ്ട സമയമാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിയുടെ അടുക്കൽ വന്നുകൊണ്ട് വിവരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ജിബ്രീൽ സിഫ്ലി ജഹന്നം, എങ്ങനെയായിരിക്കും നരകം എന്ന് വിവരിച്ചു തരണമെന്ന്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു. ആ നരകം 1000 കൊല്ലം കൊണ്ട് ചുവന്നു തുടുത്തു, വീണ്ടും 1000 കൊല്ലം കത്തിച്ചു. അങ്ങനെ ആ നരകം വെളുത്തുപോയി. വീണ്ടും 1000 കൊല്ലം കത്തിച്ചു, ആ നരകം കറുത്തുപോയി. ഫഇദാ ഹിയ സൗദാഉ മുദ്ലിമ, ആ നരകം കൂരിരുട്ടുള്ളതും കട്ട പിടിച്ച ഇരുട്ടുള്ളതും കറുത്തതുമാണ്. അതിലുള്ള തീ ഒരിക്കലും അണയുകയില്ല. ആ നരകത്തിലെ തീയുടെ നരകത്തിൻ്റെ മൂടിയുടെ ഒരു സൂചി പഴുതെങ്ങാനും തുറന്നു കഴിഞ്ഞാൽ കഠോരമായ ചൂടുകൊണ്ട് ഭൗതിക ലോകം മുഴുവൻ കരിഞ്ഞു പോകും. ആ നരകത്തിലെ ഒരു വസ്ത്രം പുറത്തേക്കിട്ടാൽ അതിൻ്റെ ദുർഗന്ധം കൊണ്ട് ഈ ഭൂമി ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും കരിഞ്ഞു പോകും. എല്ലാവരും വല്ലാതെ ബുദ്ധിമുട്ടിലായി പോകും. അതിലുള്ള ചങ്ങലയുടെ ഒരു കണ്ണി കൊണ്ട് നരകത്തിലുള്ള ചങ്ങലയുടെ ഒരു കണ്ണി കൊണ്ട് കിഴക്കു ഭാഗത്ത് കൊണ്ടുവന്ന് വെച്ചാൽ ലഹ്തറഖ ബിൽ മഗ്രിബ്, പടിഞ്ഞാറു ഭാഗത്തുള്ള മുഴുവൻ ആളുകളും കരിഞ്ഞു പോകും. ഹർറുഹാ ശദീദ്, അതിലുള്ള തീ ചൂട് വളരെ ശക്തമാണ്. വഖഅറുഹാ ബഈദ്, അതിൻ്റെ ആഴം വളരെ വിദൂരമാണ്. വഹുലിയുഹാ ഹദീദ്, അതിലുള്ള ആഭരണങ്ങൾ ഇരുമ്പിൻ്റേതാണ്. വശറാബുഹൽ ഹമീം, അതിലുള്ള പാനീയമാകട്ടെ വല്ലാത്ത ചുട്ടുതിളക്കുന്ന ചുടുവെള്ളമാണ്. കൽ മുഹിൽ യഗ്ലി ഫിൽ ബുതൂനി കഗല്ലിൽ ഹമീം, ഉരുകിയ ലോഹം പോലെ ചുടുവെള്ളം തിളച്ചുമറിയും വിധം ആ ഹമീം നമ്മൾ കുടിക്കുന്നവരുടെ വയറ്റിൽ തിളച്ചുമറിയും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അത് അവൻ്റെ ഗുഹ്യഭാഗത്തുകൂടെ പിൻഭാഗത്തുകൂടെ അവൻ്റെ വയറ്റിൻ്റെ അകത്തുള്ള ഓരോന്നും പുറത്തേക്ക് വരും. അല്ലാഹു തആല മലക്കുകളോട് പറയും, ഖുദൂ, നിങ്ങളവനെ പിടിക്കൂ, നരകവാസിയെ പിടിക്കൂ. ഫഅ്തിലൂഹു ഇലാ സവാഇൽ ജഹീം, ജ്വലിക്കുന്ന നരകത്തിലേക്ക് അവനെ വലിച്ചെറിയൂ. സുമ്മ സുബ്ബൂ ഫൗഖ റഅ്സിഹി മിൻ അദാബിൽ ജഹീം, നിങ്ങൾ നരകത്തിലെ കഠോരമായ ആ പാനീയം അവൻ്റെ തലയുടെ മുകളിലൂടെ ഒഴിക്കൂ. എന്നിട്ട് അല്ലാഹു അവനോട് പറയും, ലുഖ്, ഇത് നീ രുചിക്കുക, ഇന്നക അൻതൽ അസീസുൽ ഹകീം, നീയല്ലേ വലിയ പ്രതാപശാലി എന്ന്. വസിയാബുഹാ മുഖത്വഅത്തുൻ നീറാൻ, അതിലുള്ള വസ്ത്രങ്ങൾ മുഴുവൻ തീപ്പന്തങ്ങൾ പോലെയാണ്. ലഹാ സബ്അത്തു അബ്വാബ്, അതിന് 7 കവാടങ്ങളുണ്ട്. ആ നരകത്തിൻ്റെ 7 കവാടങ്ങളിൽ നരകവാസികൾ എത്തുമ്പോഴേക്ക് ഇസ്തഖ്ബലഹുമുസ് സബാനിയതു ബിൽ അഗ്ലാലി വസ്സലാസിലി, കൊളുത്തുകളും ചങ്ങലുകളുമായി അള്ളാഹുവിൻ്റെ സബാനിയാക്കളായ ഭീമാകാരന്മാരായ മലക്കുകൾ അവരെ വരവേൽക്കുന്നു. ഓരോ വാതിലുകളിലൂടെ ഇന്നവരായിരിക്കും കിടക്കുക, ഇന്ന വാതിലിലൂടെ പിശാചുക്കൾ, ഇന്ന വാതിലിലൂടെ ഫിറാവിൻ്റെ ആളുകൾ, ഇന്ന ആളുകളിലൂടെ ഇന്ന വാതിലിലൂടെ അസ്ഹാബുൽ ഐക്ക. അവസാനം 7ാമത്തെ വാതിലിൻ്റെ അവസ്ഥ പറയാൻ കഴിയാതെ ജിബ്രീൽ അലൈഹിസ്സലാം തല താഴ്ത്തിപ്പോയി. ഹയാ മിൻ റസൂലില്ല, നബിയോടെങ്ങനെ ഇത് പറയും എന്ന് കരുതിയിട്ട്.
റസൂലുള്ള ജിബ്രീലിനോട് ആവശ്യപ്പെട്ടു, എന്താണ് ജിബ്രീലെ ഏഴാമത്തെ കവാടത്തിൻ്റെ കാര്യം എന്നോട് പറയാത്തത്? അവസാനം ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, ഫീഹി അഹ്ലുൽ കബാഇരില്ലദീന മിൻ അഹ്ലുൽ കബാഇരി മിൻ ഉമ്മത്തിക, അതിൽ താങ്കളുടെ സമുദായത്തിലുള്ള വൻപാപികളാണ്. അല്ലദീന മാതു വലം യതൂബു, അള്ളാഹുവിനോട് പശ്ചാത്തപിക്കാതെ മരിച്ചുപോയവരാണവർ. തൻ്റെ സമുദായത്തിൽ നരകവാസികൾ ഉണ്ടാകുമെന്ന് കേട്ടപ്പോൾ, നരകവാസികളിൽ തൻ്റെ സമുദായത്തിലുള്ള ആളുകൾ ഉണ്ടാകുമെന്ന് കേട്ടപ്പോൾ ഫഖറൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്ഷിയൻ അലൈഹി, നബി തിരുമേനി ബോധരഹിതനായിട്ട് വീണുപോയി. എന്നിട്ട് ചോദിച്ചു, ജിബ്രീലേ, എന്തൊരു പ്രയാസമാണ്, എന്തൊരു സങ്കടമാണ്. അതുമത്ത് മുസീബത്തി വഷ്തദ്ദ ഹുസ്നി, എനിക്ക് വല്ലാത്ത ദുഃഖമുണ്ട്, എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്, പ്രയാസമുണ്ട്. അവയദ്ഖുലു അഹദും മിൻ ഉമ്മത്തി അന്നാർ, എൻ്റെ സമുദായത്തിലെ ആരെങ്കിലും നരകത്തിൽ കിടക്കുമോ ജിബ്രീലേ? നഅം, അതേ നബിയെ. അഹ്ലുൽ കബാഇരി മിൻ ഉമ്മത്തിക, താങ്കളുടെ സമുദായത്തിലെ വൻപാപികൾ കിടക്കും. ഫബക്കാ ജിബ്രീൽ, അത് പറഞ്ഞ് ജിബ്രീൽ കരഞ്ഞു, റസൂലും കരഞ്ഞു. കരഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി സുജൂദിൽ കിടന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ തുടങ്ങി. ആരോടും മിണ്ടുന്നില്ല. ജിബ്രീൽ അലൈഹിസ്സലാം നബിയുടെ അടുക്കൽ വന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിയുടെ അടുക്കൽ വന്നു. ഉമർ റളിയല്ലാഹു അൻഹു നബിയുടെ അടുക്കൽ വന്നു. ഫാത്തിമ ബീവി നബിയുടെ അടുക്കൽ വന്നു. എന്താണ് സംഭവിച്ചത്? ആരോടും ഒന്നും പറയുന്നില്ല. അവസാനം ഫാത്തിമ ബീവി പറഞ്ഞു, ഉപ്പ എന്നോട് പറയണം എന്താണ് സംഭവിച്ചത് എന്ന്. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മോളെ ഫാത്തിമ, എൻ്റെ അടുക്കൽ ജിബ്രീൽ വന്നു. എന്നിട്ട് എന്നോട് നരകവാസികളെ സംബന്ധിച്ചു പറഞ്ഞു. ആ നരകവാസികളിൽ എൻ്റെ സമുദായത്തിലുള്ള വൻപാപികൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതാണ് എന്നെ വല്ലാതെ ദുഃഖിപ്പിച്ചത്, അതാണ് ഞാൻ കരയാനുള്ള കാരണം. എന്നിപ്പോൾ ഫാത്തിമ ബീവി ചോദിച്ചു, എങ്ങനെയായിരിക്കും നബിയെ നരകത്തിലേക്ക് അവർ പ്രവേശിക്കുക? ഫാത്തിമ ബീവിയോട് പറയാൻ തുടങ്ങി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നരകത്തിലേക്ക് അവർ കടക്കും. നരകവാസികൾ നരകത്തിലെത്തുമ്പോഴേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവരെ മലക്കുകൾ പിടിച്ചു വലിക്കും, അവരുടെ താടി പിടിച്ചു വലിക്കും, പുരുഷന്മാരുടെ സ്ത്രീകളുടെ മുടി പിടിച്ചു വലിക്കും. എത്രയെത്ര പുരുഷന്മാരാണ് താടിയും മുടിയും പിടിക്കപ്പെട്ടവരായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത്. കണ്ണീരോടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ സമയത്തവർ വിളിച്ചു പറയും, എൻ്റെ യുവത്വമേ, എൻ്റെ യുവത്വമേ, ഞാനൊന്നും ചെയ്തില്ലല്ലോ, എൻ്റെ ഭംഗിയെ ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്നവർ വിളിച്ചു പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതാണ് നരകവാസികൾ. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകവാസികൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുകയും അവസാനം തൻ്റെ ഉമ്മത്തിൽ അള്ളാഹുവിനെ വിശ്വസിക്കുകയും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുകയും ചെയ്തവരെ ഉത്തഖാഉം മിനന്നാർ, നരകത്തിൽ നിന്ന് മോചിതരായിട്ട് അള്ളാഹു തആല സ്വീകരിക്കുകയും ചെയ്യുമെന്നാണ്. വനാദാ അസ്ഹാബുന്നാരി അസ്ഹാബൽ ജന്ന, നരകവാസികൾ സ്വർഗവാസികളോ വിളിക്കും, നിങ്ങൾ എന്തെങ്കിലും ഞങ്ങൾക്ക് തരണം, വെള്ളം തരണം. അൻ അഫീദു അലൈനാ മിനൽ മാ, നിങ്ങൾ ഞങ്ങൾക്ക് വെള്ളം തരണം. ഔ മിമ്മാ റസഖകുമുല്ലാ, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ വല്ലതും ഞങ്ങൾക്ക് നിങ്ങൾ തരണമെന്ന് പറയുമ്പോൾ അവർ പറയുന്നത് ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ, അള്ളാഹുവിനെ നിഷേധിക്കുന്നവർക്കത് പാടില്ല. അല്ലദീന തഖദൂ ദീനഹും ലഹ്വൻ വലഇബ, അവരുടെ ജീവിതം അവർ കളിയും തമാശയുമായിട്ടാണ് സ്വീകരിച്ചിട്ടുള്ളത്. വഗറത്തുഹുമുൽ ഹയാത്തുദ് ദുനിയ, ഭൗതിക ലോകം അവരെ വഞ്ചിച്ചിരിക്കുന്നു. ഫല്യൗമ നൻസാഹും കമാ നസൂ ലിഖാഅ യൗമിഹിം ഹാദാ, ഈ ദിവസം നിങ്ങൾ മറന്നതുപോലെ, ഈ ദിവസത്തെ നിങ്ങൾ ഓർക്കാത്തതുപോലെ തീർച്ചയായും സർവശക്തനായ അള്ളാഹു തമ്പുരാൻ നിങ്ങളെയും മറന്നിരിക്കുന്നു എന്ന് അള്ളാഹു തമ്പുരാൻ അന്ന് സത്യവിശ്വാസികൾ, അന്ന് നരകവാസികളോട് പറയുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ പേടിക്കുക, നമ്മൾ ആലോചനയോടെയും ചിന്തയോടെയും കൂടെ ഇരിക്കുക. റമദാനിലെ കാര്യമായിട്ട് നമ്മൾ നരകത്തിൽ നിന്ന് പ്രത്യേകമായ പ്രാർത്ഥനയിലൂടെ മോചനം തേടുന്നുള്ളൂ. അതുകൊണ്ടത് മനസ്സറിഞ്ഞ് നരകത്തിൻ്റെ ഭീതിതമായ ഭീകരമായ ഭീഭത്സമായ ആ ഘട്ടങ്ങളെ ആലോചിച്ചുകൊണ്ട് യൗമ നഖൂലു ലിജഹന്നം ഹലിം തലഅത്, അള്ളാഹു പറയുന്നു, നരകത്തോട് നാം ചോദിക്കും, നീ നിറഞ്ഞോ നരകമേ? വതഖൂൽ, ആ നരകം പറയുന്നത് ഹൽ മിൻ മസീദ്, ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ റബ്ബേ, ഇനിയുമുണ്ടോ റബ്ബേ. അതുകൊണ്ട് നമ്മൾ നരകത്തെ പേടിക്കുക, നരകത്തിൽ നിന്ന് സൂക്ഷിക്കുക. ഈ റമദാൻ വിട പറയുമ്പോൾ, ലൈലത്തുൽ ഖദറിൻ്റെ രാവുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ശക്തമായി കരഞ്ഞ് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് ആ നരകത്തിൽ നിന്ന് നമ്മൾ മോചനം തേടുക. സർവശക്തനായ അള്ളാഹുവിൻ്റെ സഹായം അതിന് നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, റമദാനിലെ അവസാന രാവുകളാണ്, പകലുകളാണ്. ഓർമ്മ
ഓർമ്മയോടെയും ശ്രദ്ധയോടുകൂടെയും ജീവിച്ചാലേ റമളാൻ അനുകൂലമായി നമുക്കുണ്ടാവൂ എന്ന ബോധ്യം ഉണ്ടാവുക. ഇന്നത്തോട് നിങ്ങളോട് വിട ചോദിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റവസരത്തിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ വിട ചോദിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.